അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന ഗാസ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച ഇസ്രായേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനിടയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായക പ്രഖ്യാപനം നടത്തി. ഗാസയിലേക്കും ഈജിപ്തിലേക്കുമുള്ള പ്രധാന പ്രവേശന കവാടമായ റാഫ അതിർത്തി അടച്ചിടുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയാൽ മാത്രമേ റാഫ ക്രോസിംഗ് വീണ്ടും തുറക്കൂ എന്ന നെതന്യാഹുവിന്റെ കർശന നിലപാട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം ഒക്ടോബർ 20-ന് റാഫ ക്രോസിംഗ് തുറക്കുമെന്ന് ഈജിപ്തിലെ പലസ്തീൻ എംബസി പ്രഖ്യാപിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ഗാസയിലെ മാനുഷിക സഹായ വിതരണത്തെക്കുറിച്ചും സമാധാന ശ്രമങ്ങളെക്കുറിച്ചുമുള്ള വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് ലോകത്തെ തള്ളിവിട്ടിരിക്കുന്നത്. അതിർത്തി അടച്ചിടാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം വെടിനിർത്തൽ കരാറിന്മേലുള്ള ഇസ്രായേലിന്റെ അതൃപ്തിയുടെ ആഴം വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ സർക്കാരും ഹമാസും ദിവസങ്ങളായി വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചതിന് പരസ്പരം പഴിചാരുകയാണ്. ഒക്ടോബർ 18-ന് വൈകുന്നേരം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ ഗാസയിലെ ജനങ്ങൾക്കെതിരെ ഹമാസ് വെടിനിർത്തൽ ലംഘനം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചതായി അറിയിച്ചു. ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആസൂത്രിതമായ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നേരിട്ടുള്ളതും ഗുരുതരവുമായ ലംഘനത്തെ പ്രതിനിധീകരിക്കുമെന്നും വകുപ്പ് കൂട്ടിച്ചേർത്തു. ഹമാസ് മുന്നോട്ട് പോയാൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വെടിനിർത്തലിന്റെ സമഗ്രത കാത്തു സൂക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇസ്രായേലിന് സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുമതി നൽകേണ്ടിയിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ഇത് ഹമാസിന്മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഒക്ടോബർ 18-ന് രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ നെതന്യാഹു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും മധ്യസ്ഥർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്നും ആരോപിച്ചു. വെടിനിർത്തലിന്റെ തകർച്ചയുടെ പ്രധാന കാരണമായി ഇസ്രായേൽ ഉയർത്തിക്കാട്ടുന്നത് മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിലെ കാലതാമസമാണ്. റാഫ അതിർത്തി അടച്ചുപൂട്ടാനുള്ള നെതന്യാഹുവിന്റെ കർശന തീരുമാനം ഹമാസിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിലെ തടസ്സങ്ങൾ ഇസ്രായേലിന്റെ നടപടികൾ കാരണമാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. റാഫ അതിർത്തി അടച്ചുപൂട്ടുന്നത് അവശിഷ്ടങ്ങൾക്കടിയിൽ ശേഷിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം തടസ്സപ്പെടുത്തുമെന്നും അതുവഴി അവരുടെ വീണ്ടെടുക്കലും കൈമാറ്റവും വൈകിപ്പിക്കുമെന്നും ഹമാസ് വാദിക്കുന്നു. ഇത് ഇസ്രായേലിന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ മധ്യസ്ഥതയിൽ തീരുമാനിച്ച വെടിനിർത്തൽ കരാറിന് കീഴിൽ 28 മൃതദേഹങ്ങളിൽ 12 എണ്ണം ഒക്ടോബർ 18-ന് വൈകി ലഭിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഇതിന് പകരമായി ഇസ്രായേലിന്റെ തടവിലാക്കപ്പെട്ട 2000 പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി 20 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു. ഈ കൈമാറ്റങ്ങൾ കരാറിന്മേലുള്ള വിശ്വാസം നിലനിർത്തുന്നതിൽ നിർണായകമാണ്. മറിച്ച് ഇസ്രായേലി ബന്ദികൾക്ക് പകരമായി 360 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ തിരികെ നൽകണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതുവരെ ലഭിച്ച ഓരോ ഇസ്രായേലി മൃതദേഹത്തിനും 15 പലസ്തീൻ മൃതദേഹങ്ങൾ എന്ന നിലയിലാണ് കൈമാറ്റം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ദുരൂഹമായ കൈമാറ്റ പ്രക്രിയ സമാധാന ചർച്ചകളിൽ ഇപ്പോഴും ഒരു തടസ്സമായി നിലനിൽക്കുന്നു. നീണ്ട യുദ്ധം ഗാസയിൽ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിന് കാരണമായി. ഏതാണ്ട് മുഴുവൻ ജനങ്ങളെയും മാറ്റി പാർപ്പിക്കേണ്ട വന്ന സാഹചര്യത്തിൽ ഭക്ഷണക്ഷാമം അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷകരും പ്രാദേശിക ആരോഗ്യ സേവനങ്ങളും സ്ഥിരീകരിക്കുകയും ചെയ്തു. IPC ഗ്ലോബൽ ഹങ്കർ മോണിറ്റർ കണക്കനുസരിച്ച് ഓഗസ്റ്റ് വരെ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി അനുഭവിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. വെടിനിർത്തലിന് ശേഷം പ്രതിദിനം ശരാശരി 500 മെട്രിക് ടൺ ഭക്ഷണം ഗാസയിൽ എത്തിയിട്ടുണ്ടെങ്കിലും UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഇത് അവിടുത്തെ ജനസംഖ്യയുടെ ആവശ്യത്തിന് വളരെ കുറവാണ്. റാഫ അതിർത്തി അടച്ചിടുന്നത് മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്നതിനാൽ സ്ഥിതി കൂടുതൽ വഷളായേക്കാം. 2024 മെയ് മുതൽ റാഫയുടെ ഭൂരിഭാഗവും അടച്ചിട്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വെടിനിർത്തലിന്റെ ദുർബലതാവസ്ഥയെ അടിവരയിടുന്നു. ഇത് പ്രസിഡന്റ് ട്രംപിന്റെ 20 സമാധാന പദ്ധതിയുടെ മറ്റ് ഘടകങ്ങളെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഹമാസ് നിരായുധീകരണം, ഗാസയുടെ ഭാവി ഭരണം, അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ ഘടന, പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള ട്രംപിന്റെ സമാധാന സംരംഭത്തിന് പ്രധാന വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വിഷയങ്ങൾ ഇസ്രായേലും പലസ്തീനും തമ്മിൽ ധാരണയിലെത്താൻ സാധിക്കാത്തത് സമാധാന ശ്രമങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്നു. വെടിനിർത്തൽ കരാർ തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്മേലും ഹമാസിന്മേലും അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. സ്ഥിതിഗതികൾ ശാന്തമാക്കാനും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കണമെന്നും ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നു.